എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ജ്യോതിഷത്തിലെ സമയത്തെക്കുറിച്ച് പഠിക്കാം. അതായത് പണ്ട് കാലങ്ങളിൽ സമയം കണക്കാക്കിയിരുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണ് എന്നതാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂറുകളൊക്കെയാണ് നമ്മൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളിൽ നാഴിക വിനാഴികകളിൽ ആയിരുന്നു സമയം കണക്കാക്കിയിരുന്നത്. അത് ആധുനിക കാലത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. ഒരു വിനാഴിക എന്ന് പറയുന്നത് 24 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 2.5 വിനാഴികയായിട്ട് വരും. 24 സെക്കൻഡ് ഒരു വിനാഴികയാണെങ്കിൽ 48 സെക്കൻഡ് 2 വിനാഴിക, ബാക്കിയുള്ള 12 സെക്കൻഡ് അര വിനാഴിക. അങ്ങനെ 2.5 വിനാഴികയാണ് ഒരു മിനിറ്റ്. അതുപോലെ 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. 24, 48, 60 മിനിറ്റ് ആവുമ്പോൾ 2.5 നാഴികയാവും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശേഷമുള്ള ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഹോര എന്ന ഒരു വിഭജനമുണ്ട്. നമ്മളെ ഒരു മണിക്കൂറിന്, അതായത് 2.5 നാഴികക്ക് പൂർവ്വകാലങ്ങളിൽ ഹോര എന്നാണ് പറഞ്ഞിരുന്നത്. ഹവർ എന്ന് നമ്മൾ പറയുന്ന ഈ വാക്ക് ഹോര എന്ന പദത്തിൽ നിന്നും രൂപം കൊണ്ടുവന്നതാണ്. ഹോര എന്ന് പറയുന്നത് 2.5 നാഴിക, അതായത് ഒരു മണിക്കൂറിനെയാണ്. പിന്നെ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ്, അതായത് 2 നാഴിക സമയത്തെയാണ്. സാധാരണയായിട്ട് നമ്മളൊരു സന്ദർഭത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ അതിന് 2 നാഴികയാണ് അതിൻ്റെ ദൈർഘ്യമായിട്ട് പറയാറുള്ളത്. അതായത് ഇന്നത്തെ കണക്കിൽ 48 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു തരംതിരിവുള്ളത് യാമം. യാമം, സരസ്വതി യാമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഭദ്രകാളി യാമം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഈ യാമം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 8 യാമങ്ങൾ ഉള്ളതായിട്ട് പറയുന്നു. അതായത് 24 മണിക്കൂറിനെ 8 കൊണ്ട് ഹരിച്ചാൽ 3 മണിക്കൂർ ആണ് ഒരു യാമമായിട്ട് പറയുക. 3 മണിക്കൂർ നാഴികയിൽ പറഞ്ഞാൽ 7.5 നാഴിക. 7.5 നാഴിക സമയത്തെ നമ്മൾ ഒരു യാമം എന്ന് പറയുന്നു. ഇങ്ങനെ നാഴിക, വിനാഴിക, ഹോര, യാമം എന്നീ സമ്പ്രദായങ്ങളിലാണ് പൂർവ്വകാലങ്ങളിൽ സമയം കണക്കാക്കിയിരുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ തന്നെ കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലുമൊക്കെ ഇപ്പോൾ നോക്കിയാലും നാഴിക വിനാഴികകളിലായിട്ടാണ് നക്ഷത്രങ്ങൾ, തിഥികൾ ഒക്കെ അവസാനിക്കുന്ന സമയങ്ങൾ കാണാറ്. ഉദാഹരണത്തിന് ഒരു ഡേറ്റ് എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രം 15 നാഴിക എന്നൊക്കെ എഴുതിയിട്ട് കാണാറുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് സൂര്യൻ്റെ ഉദയം മുതൽ അത്ര നാഴിക, അത്ര ദൈർഘ്യം ആ നക്ഷത്രത്തിനുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് തിഥികളും. 60 നാഴിക ചേർന്നതാണ് ഒരു ദിവസം. 24 മണിക്കൂർ. 2.5 നാഴിക ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ 24 × 2.5, അങ്ങനെ 60 നാഴിക ചേർന്നതാണ് ഒരു ദിവസം എന്ന് നമ്മൾക്ക് പറയാം. ഈ നാഴിക വിനാഴിക കണക്കുകൾ നമ്മൾ പഞ്ചാംഗങ്ങളും കലണ്ടറും ഒക്കെ നോക്കുമ്പോൾ വളരെയധികം സൗകര്യപ്രദമായിരിക്കും അറിഞ്ഞിരിക്കുന്നത്, കണക്കാക്കിയെടുക്കാൻ. നമ്മളത് നാഴിക വിനാഴിക മിനിറ്റിലേക്ക് അല്ലെങ്കിൽ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സൂര്യോദയത്തിൽ നിന്നും നമ്മൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ ആ നക്ഷത്രം അല്ലെങ്കിൽ തിഥിയൊക്കെ അവസാനിക്കുന്ന സമയം നമ്മൾക്ക് കണ്ടെത്തുവാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ പറ്റും. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു പാഠഭാഗമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.